ഈയിടെ അരുണാചൽ പ്രദേശിൽ 3 മലയാളികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ കാരണം അന്യഗ്രഹ ജീവികളാണോ അതോ അന്ധവിശ്വാസമാണോ, നരബലിയാണോ? എന്താണ് ഇവരുടെ മരണത്തിന്റെ കാരണം? അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അരുണാചൽ പ്രദേശിൽ നടന്ന ഈ മരണത്തിന്റെ കാരണത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അലണ്ടക് വേൾഡ് 9.0 സ്വാഗതം. അടുത്തിടെ കേരളത്തിൽ നിന്നുള്ള 3 പേരെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇപ്പോഴത്തെ അരുണാചൽ പോലീസ് കേസുമായി അന്യഗ്രഹ ബന്ധം കണ്ടെത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിൽ ലഭിച്ച രേഖകളുടെയും ചാറ്റുകളുടെയും അടിസ്ഥാനത്തിൽ മരിച്ച 3 മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തെക്കുറിച്ചും വിശദമായി വായിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി തന്നെ പോലീസ് പറഞ്ഞു. അതുമല്ല, പോലീസ് ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ അന്യഗ്രഹ ജീവികളെ കുറിച്ചും ഭൂമി സന്ദർശിക്കുന്ന അന്യഗ്രഹ ജീവികളെ കുറിച്ചും പറയുന്ന 466 പേജുള്ള PDF രേഖയും കണ്ടെത്തിയിരുന്നു. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മിഥി എന്ന കഥാപാത്രമായുള്ള ചാറ്റുകളും രേഖകളുമൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നെ ഈ PDF-ൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന പണ്ടുള്ള സമയത്ത് ഡിനോസറുകളെ ഏതോ ഒരു അന്യഗ്രഹ ജീവി മറ്റു ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ PDF-ൽ പറയുന്നത്. 2016-ൽ നവീൻ മിഥി കൾട്ടിന്റെ വെബ്സൈറ്റിലേക്ക് പണം സംഭാവന ചെയ്തിരുന്നു. ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നുള്ള സാങ്കല്പിക അന്യഗ്രഹ ജീവിയാണ് മിഥി. മിഥി കൾട്ട് ഒരു വെബ്സൈറ്റും ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നു എന്നത് മറ്റൊരു കാര്യം. സംശയങ്ങൾ തീർക്കാൻ നവീൻ മറ്റൊരു കാര്യം ചെയ്തിരുന്നു. സൈറ്റിൽ ഇടപഴകുകയും 2019-ലും 2020-ലും മിഥി അവനോട് പ്രതികരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുമുണ്ട്. ദേവിക്കും ആര്യയ്ക്കും അന്യഗ്രഹ ജീവികളെ പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ഇയാളാണെന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. പ്രദേശത്ത് പോലീസും ആത്മഹത്യാ ഉടമ്പടിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നഗരത്തിലെ സ്വകാര്യ സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്ന ആര്യയെ മാർച്ച് 26-ന് കാണാതായതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര്യയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം പാറോട്ടുകോണത്തിന് സമീപം ഉപകരണം സ്വിച്ച് ഓഫ് ചെയ്തതിനെ തുടർന്ന് വിഫലമായി. എന്നാൽ കുറച്ചു വർഷം വരെ ഇതേ സ്കൂളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന തന്റെ ഉറ്റ സുഹൃത്ത് ദേവിയോടൊപ്പം ആര്യ അരുണാചൽ പ്രദേശിൽ പോയതായി പിന്നീട് പോലീസിന് മനസ്സിലായി. പുലർച്ചെ 2 മണിയോടെ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവനെയാണ് ദേവിയുടെ പിതാവ് ഈ ദാരുണ വാർത്ത അറിയിച്ചത്. അകത്തുനിന്ന് പൂട്ടിയ മുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തതായി റിപ്പോർട്ടുണ്ട്. നവീന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി മരണാനന്തര ജീവിതം എന്ന ആശയത്തിൽ നടത്തിയ തിരച്ചിലുകൾ വെളിപ്പെടുത്തി. യുവാക്കൾ മന്ത്രവാദത്തിന് ഇരയായതായി സംശയിക്കുന്നതായി വാർത്തയറിഞ്ഞ് നവീനെ സന്ദർശിച്ചവരിൽ ഒരാളായ സാംസ്കാരിക പ്രവർത്തകൻ സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു, മരിച്ച 3 പേരെ പോലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്കിടയിൽ ഇത്തരം ആരാധനാ രീതികളോടുള്ള അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ദേവിയും നവീനും യോഗ്യത അനുസരിച്ച് ആയുർവേദ ഡോക്ടർമാരാണെന്നും എന്നാൽ ഇഷ്ടപ്രകാരം മറ്റു ജോലികൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ 3 പേർ മരണപ്പെട്ടത് എന്ന് വളരെ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇവർ മരണപ്പെട്ടതിന്റെ കാരണം ഇവർ വിശ്വസിച്ചിരുന്നത് മിഥി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവി ആൻഡ്രോമിഡ ഗാലക്സിയിലെ ഒരു ഗ്രഹത്തിലുണ്ട് എന്നും അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആൻഡ്രോമിഡ ഗാലക്സിയിലെ ആ ഗ്രഹത്തിൽ പുനർജനിക്കുമെന്നായിരുന്നു. എന്താ അല്ലേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പോക്കെ? വളരെ പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും, വിദ്യാഭ്യാസം കൂടുന്തോറും ഇപ്പോൾ നമ്മുടെ അന്ധവിശ്വാസ നിരക്ക് കൂടി വരികയാണ് എന്ന്. അതായത് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ജോലിക്ക് വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസം അഭ്യസിക്കുന്നത്. അല്ലാതെ ശാസ്ത്രീയപരമായി നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണാനുള്ള ആ ശക്തി, ആ കഴിവ്
നമ്മളിൽ പലർക്കും ഇല്ല എന്നതാണ് വാസ്തവം. അതാണ് നമ്മുടെ കേരള സമൂഹത്തിന്റെ പ്രധാന പ്രശ്നവും. പണ്ടുള്ള അന്ധവിശ്വാസം നിറഞ്ഞ കേരളത്തെ നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുകയാണ് എന്ന് തന്നെ നമുക്കൊന്ന് തോന്നിപ്പോകും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, നരബലിയും സാത്താൻ സേവയും ഇതുപോലെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഇവിടെ പറയുന്നത് പോലെ അന്യഗ്രഹ ജീവിയൊക്കെ ഉണ്ടാകാം. നമ്മുടെ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ആൻഡ്രോമിഡ ഗാലക്സിയെ പോലെയുള്ള ഗാലക്സികളുണ്ട്. അങ്ങനെയുള്ളൊരു ഗാലക്സിയിലാണ് നമ്മൾ ജീവിക്കുന്നതും. അങ്ങനെയുള്ള നിരവധി ഗാലക്സികളിൽ നക്ഷത്രങ്ങളുമുണ്ട്. ആ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹങ്ങളുമുണ്ട്. അതുകൊണ്ട് അവിടെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ആ അന്യഗ്രഹ ജീവിയുടെ അടുത്തേക്ക് പോകുക എന്ന് ചിന്തിച്ചുകൊണ്ട്, അന്ധമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ കളയരുത് എന്നതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. നരബലിയും മറ്റു അന്ധവിശ്വാസങ്ങളും പോലെ തന്നെ ഒരു കാര്യത്തെ കൂടുതൽ വിശ്വസിക്കുന്നതാണല്ലോ അന്ധവിശ്വാസം. അതേപോലെ ഈ സംഭവം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയെ കുറിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. നമ്മുടെ കേരള സമൂഹം ഇനിയും മെച്ചപ്പെടേണ്ടതായിരിക്കുന്നു. നമ്മുടെ കേരള സമൂഹം ഇനിയും വിവേകപൂർവം വളരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കേരളം വിവേകപൂർവവും ബുദ്ധിപൂർവവും വളരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Hey there. Subscribe to my channel. And also press this bell icon.